Oxford Academy. Tuition for SSLC 9th Standard, 10th Regular and Holiday Batches. ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി. നൈറ്റ് ക്ലാസുകൾ, മാത്സ്, ഹിന്ദി, ഇംഗ്ലീഷ് പഠന ക്യാമ്പുകൾ, ലൈബ്രറി സൗകര്യം. നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക. ഓക്സ്ഫോർഡ് അക്കാദമി. ഫോർ അഡ്മിഷൻ കോൺടാക്ട് 9956914008. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജഹാന മാനോ. നമ്മൾ കെമിസ്ട്രിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം, അല്ലെങ്കിൽ ത്രൂ ഔട്ട് 1 to 7 ചാപ്റ്റേഴ്സ് വരെ എന്തൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മൾ കെമിസ്ട്രിയുടെ പ്ലേലിസ്റ്റ് പോയി നോക്കാട്ടോ, എന്നിട്ട് കാണണേ. ഓക്കെ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങളെ കെമിസ്ട്രി എക്സാമിന് 4 മാർക്കിൻ്റെ സെക്ഷനിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഈ ടൈപ്പിൽ തന്നെ ചോദിക്കണമെന്നില്ല. ഇതേ കണ്ടന്റ് അല്ലെങ്കിൽ ഇതേ ടോപ്പിക്ക് തന്നെ വേറെ രീതിയിലായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട, ഒക്കെ ചെയ്തോളാം കേട്ടോ. ഇനി ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇങ്ങനെ കോപ്പർ സൾഫേറ്റിലും കോപ്പറിനെ അതുപോലെ തന്നെ ZnSO4ലും മുക്കി വെച്ചിട്ടുള്ള ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. 2 ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സിങ്കിനെ കോപ്പർ സൾഫേറ്റിലാണ് വെച്ചേക്കുന്നത്, കോപ്പറിനെ ZnSO4ലാണ് വെച്ചേക്കുന്നത്. ഇൻ വിച്ച് ഓഫ് ദി ബീക്കർ ഡസ് കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ്? അതായത് ഏത് ബീക്കറിലായിരിക്കും രാസപ്രവർത്തനം നടക്കുന്നുണ്ടായിരിക്കുക എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. സിങ്കിനെ കോപ്പറിൽ വെച്ചതിലായിരിക്കോ, കോപ്പറിനെ സിങ്കിൽ വെച്ചതിലായിരിക്കോ രാസപ്രവർത്തനം നടക്കുന്നുണ്ടായിരിക്കുക? ഓക്കെ, റിയാക്ടിവിറ്റി, ക്രിയാശീലം കൂടിയ ലോഹത്തെ ക്രിയാശീലം കുറഞ്ഞ ലോഹത്തിന്റെ ലായനിയിൽ വെക്കുമ്പോൾ മാത്രമേ റിയാക്ഷൻ നടക്കുള്ളൂ, രാസപ്രവർത്തനം നടക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ബീക്കർ എ എന്ന് പറയുന്ന ബീക്കറിലായിരിക്കും എന്ത് നടന്നിട്ടുണ്ടാവുക? റിയാക്ഷൻ നടന്നിട്ടുണ്ടായിരിക്കാം. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ. ഈ ഒരു രാസപ്രവർത്തനത്തിന്റെ സമവാക്യം എഴുതാനാണ് പറഞ്ഞത്. സിങ്കിനെ കോപ്പറിൽ മുക്കി വെക്കുന്ന സമയത്ത് സിങ്കിന് എന്ത് സംഭവിക്കും? Zn 2 ഇലക്ട്രോണിനെ അങ്ങോട്ട് വിട്ടുകൊടുത്തിട്ട് Zn2+ ആയിട്ട് മാറും. ഇതാണ് സിങ്കിന്റെ ഇക്വേഷൻ. ഇനി കോപ്പർ എന്ത് ചെയ്യും? കോപ്പർ 2+ ഈ സിങ്ക് വിട്ടുകൊടുത്ത 2 ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് കോപ്പർ ആയിട്ട് മാറും. ഒന്നിച്ച് ചേർത്ത് നമ്മളോട് ഇക്വേഷൻ എഴുതാൻ പറയുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? Zn + CuSO4 gives ZnSO4 + Cu, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ആദേശ രാസപ്രവർത്തനമാണ് കേട്ടോ ഇത്. ഈ ആദേശ രാസപ്രവർത്തനത്തിന്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഗാൽവനിക് സെല്ലിലും കൂടെ ചേർത്തിട്ട് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ, ക്വസ്റ്റ്യൻ ആൻസർ. ബി ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഇതാ ഇക്വേഷൻ എഴുതുന്ന കേട്ടോ. സി ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു കൺസ്ട്രക്ട് ഗാൽവനിക് സെൽ യൂസിങ് ദീസ് മെറ്റീരിയൽസ് പ്രൊവൈഡ് ഇൻ ദ ബീക്കർ? ഇവിടെ തന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗാൽവനിക് സെൽ വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഡ്രോ ദ ഫിഗർ ആൻഡ് ഓഫ് ദ ഗാൽവനിക് സെൽ ആൻഡ് എക്സ്പ്ലെയിൻ എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഈ പറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ട് ഗാൽവനിക് സെല്ല് വരയ്ക്കാം. ഇതിങ്ങനെ വെച്ചിട്ട് വരയ്ക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് തന്ന സാധനങ്ങൾ വെച്ചിട്ട് വരയ്ക്കാനേ പറഞ്ഞിട്ടുള്ളൂ. പല കുട്ടികളും തെറ്റിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന സെല്ലിനെ, അതായത് ഈ തന്ന സെല്ലിനെ അതേപോലെ ഇങ്ങ് എടുത്തിട്ട് എന്ത് ചെയ്തു? ഇവിടെ വോൾട്ട് മീറ്ററും ഇവിടെ ഒരു സോൾട്ട് ബ്രിഡ്ജും അങ്ങ് വരച്ചു, കാര്യം കഴിഞ്ഞു, സെറ്റ്. ഓക്കെ, കുറേ കുട്ടികൾ ചെയ്ത ഒരു അബദ്ധമാണ്. ശരിക്കും അങ്ങനെ വരയ്ക്കാൻ പറ്റുമോ? സിങ്കിനെ കോപ്പർ സൾഫേറ്റിലും കോപ്പറിനെ ZnSO4ലും മുക്കി വെച്ച് നമുക്ക് ഗാൽവനിക് സെല്ല് വരയ്ക്കാൻ കഴിയും മക്കളെ? ഒരു മെറ്റലിനെ അതിൻ്റെ തന്നെ ലായനിയിൽ മുക്കി വെക്കുമ്പോഴേ ഏത് സെല്ലാവുള്ളൂ? ഗാൽവനിക് സെല്ലാവുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഗാൽവനിക് സെല്ല് നമ്മൾ വരയ്ക്കുക? 2 ബീക്കർ നമ്മൾ ആദ്യം വരയ്ക്കണം. ഈ 2 ബീക്കറിനകത്ത് നമ്മൾ 2 ഇലക്ട്രോഡുകളെ വരയ്ക്കണം. 2 ഇലക്ട്രോഡുകൾ വരച്ചു, 2 കോപ്പർ വയർ വെച്ചിട്ട് വോൾട്ട് മീറ്റർ വെച്ച് കണക്ട് ചെയ്തു, സോൾട്ട് ബ്രിഡ്ജ് ഒക്കെ വരച്ചു. നമുക്ക് തന്നിരിക്കുന്ന Zn, ZnSO4, Cu, CuSO4 അങ്ങനെ എല്ലാവരും ഉണ്ട് അല്ലേ? അപ്പോൾ അതിൽ Zn-ഉം Cu ആണ് നമ്മൾ എടുക്കേണ്ടത്. Zn-നെ ഫസ്റ്റ് വരയ്ക്കുക, Cu-നെ സെക്കൻഡ് വരയ്ക്കുക. കാരണം നെഗറ്റീവ് ആനോഡ് ഇവിടെയാണ്, പോസിറ്റീവ് കാഥോഡ് ഇപ്പുറത്താണ്. അപ്പം ഈ ആനോഡ് നെഗറ്റീവ് ആയിരിക്കും, കാഥോഡ് പോസിറ്റീവ് ആയിരിക്കും എന്നൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നെഗറ്റീവും പോസിറ്റീവും കൊടുക്കുക. ആനോഡിൽ റിയാക്ടിവിറ്റി കൂടിയ, ക്രിയാശീലം കൂടിയ ആളാണ് എപ്പോഴും വേണ്ടത് കേട്ടോ. ഇനി Zn-നെ ZnSO4ലെ മുക്കി വെക്കാൻ പറ്റുള്ളൂ, സിങ്കിനെ കോപ്പർ സൾഫേറ്റിൽ മുക്കി വെക്കാൻ പാടില്ല. ഇനി കോപ്പറിനെ എന്ത് ചെയ്യണം? CuSO4ൽ മുക്കി വെക്കുക. ഇത്രയായ ഫിഗർ കംപ്ലീറ്റ് ആയി. സൊല്യൂഷനൊക്കെ കുത്തിട്ട് വരച്ച് വെക്കുക കേട്ടോ. ഓക്കെ, ഈ ഒരു ഫിഗർ വരയ്ക്കാം. ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന, രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഒരു സെല്ലാണിത്, അങ്ങനെ പറയാം. അതിൻ്റെ ഇക്വേഷൻസ് എഴുതാം. അതായത് കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും, ഈ സിങ്കിൻ്റെയും ഇവിടെയുള്ള കോപ്പർ സൾഫേറ്റ് കോപ്പർ 2+ൻ്റെയും ഇക്വേഷൻ നിങ്ങൾക്ക് എഴുതാം. അത് നമ്മൾ നേരത്തെ എഴുതിയ സെയിം ഇക്വേഷൻ തന്നെ. എന്താണ്? Zn 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് Zn2+ ആയിട്ട് മാറും. Cu2+, 2 ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് Cu ആയിട്ട് മാറും. ഇപ്പം നിങ്ങൾ ഓർത്തേ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനും നേരത്തെ പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനും
ഗാൽവാനിക് സെല്ലിനും സെയിം ഇക്വേഷൻ അല്ലേ? അപ്പൊ രണ്ടെണ്ണമായിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അത് ഒറ്റ ഇക്വേഷൻ, ഒരേ ഇക്വേഷൻ, ഒരുപോലെ തന്നെയാണ് കേട്ടോ. എലമെന്റ് മാറുന്നതിനനുസരിച്ച് ഇക്വേഷൻ മാറുന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നേക്കുന്നതെന്ന് 4 മാർക്കിന്റെ സെഷനിൽ തന്നെ ചോദിക്കുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഒക്കെ കാണുന്നില്ലേ മക്കളെ? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The organic compound with OH as functional group has the molecular formula C3H8O. Molecular formula C3H8O ആണ്. അതായത് തന്മാത്രാവാക്യം C3H8O ആണ്. അതിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് OH ആണ്. അത്രയും തന്നിട്ടുണ്ട് കേട്ടോ. Write the 2 possible structural formula of this compound. ഈ സംയുക്തത്തിന് പോസിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും 2 സ്ട്രക്ചറൽ ഫോർമുല എഴുതാൻ വേണ്ടിയിട്ടാണ്, വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ. Write the structure and IUPAC name of the functional isomer of the above compound. ഈ ഒരു കോമ്പൗണ്ടിന്റെ ഫങ്ഷണൽ ഐസോമർ വരയ്ക്കാം, എന്നിട്ട് IUPAC നെയിം എഴുതാം. ഈ ഒരു സംയുക്തത്തിന്റെ ഫങ്ഷണൽ ഐസോമർ വരച്ചിട്ട് IUPAC നാമം എഴുതാൻ. അപ്പൊ ഐസോമറിസത്തിന്റെ ടോപ്പിക് എന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു മോളിക്കുലാർ ഫോർമുല തന്നാൽ മിക്കവാറും അത് ഐസോമറിസത്തിന്റെ ടോപ്പിക് തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് തന്നെ C3H8O ആണ്. C3H8Oയിൽ ഉണ്ടാവേണ്ട ഫങ്ഷണൽ ഗ്രൂപ്പ് OH ആണ് അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ ഇത് വരയ്ക്കാം? നമുക്ക് എത്ര C ഉണ്ടോ എന്നുള്ളത് ആദ്യം നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര C തന്നിട്ടുണ്ട് എന്നുള്ളത് ആദ്യം നോക്കാം. C3 അല്ലേ? ഇനി വേണ്ട ഫങ്ഷണൽ ഗ്രൂപ്പ് OH ആണ്. ആ OHന് ഇഷ്ടമുള്ളിടത്ത് നിങ്ങൾക്ക് ഇടാം. ഓക്കെ, OH നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് കൊടുക്കാം. C3 ആയി, OH ആയി. ഇനി ബാക്കി H ഫില്ല് ചെയ്തോളാം. ഇവിടെ 3H വേണം, ഇവിടെ 2H വേണം, ഇവിടെ 2H വേണം. അറിയാമല്ലോ, ഒരു സിയുടെ ചുറ്റിലും 4 വരകൾ വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ H ഫില്ല് ചെയ്യുന്നത്. അപ്പം ഇന്ന് എണ്ണി നോക്കുക. C ഇവിടെ 3 എണ്ണം ഉണ്ട്. H 3 2 5 7 8. H 8 എണ്ണം ഉണ്ട്. ഒരു O. അപ്പോൾ നമ്മുടെ മോളിക്കുലാർ ഫോർമുല സെറ്റ് ആയില്ലേ? C3H8O ആയി. ഓക്കെ, ഇതിന് പോസിബിൾ ആയിട്ടുള്ള 2 സ്ട്രക്ചർ വരയ്ക്കാനല്ലേ പറഞ്ഞേ? 2 പോസിബിൾ സ്ട്രക്ചർ, 2 ഘടന വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് വരയ്ക്കാം? ഒന്ന് ഇതാ ഈ സ്ട്രക്ചർ തന്നെ വരയ്ക്കാം, C3H8OHന്. ഇനി അടുത്തത് C3 വരയ്ക്കാം. OHനെ നിങ്ങൾ ഒന്നാമത്തെ കാർബണിൽ ഇട്ടതിന് പകരം രണ്ടാമത്തെ കാർബണിൽ ഇടാം. അപ്പോൾ CH3 CH CH3 ഇതായിരിക്കും സ്ട്രക്ചർ. C 3 എണ്ണം ഉണ്ട്, H 3 6 8 എണ്ണം, O 1. ഓക്കെ, മോളിക്കുലാർ ഫോർമുലയും സെറ്റ് ആണ്. ഇതാണ് പോസിബിൾ ആയിട്ടുള്ള 2 സ്ട്രക്ചർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത ചോദിച്ചേക്കുന്നത് ഈ കോമ്പൗണ്ടിന്റെ ഒരു ഫങ്ഷണൽ ഐസോമർ വരയ്ക്കാനാട്ടോ. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന കോമ്പൗണ്ട് ഇതാന്ന് വിചാരിക്കാം. ഞാൻ നേരത്തെ മായിച്ചു. CH3 CH2 CH2 OH എടുത്തേക്കുന്നത്. ഫങ്ഷണൽ ഐസോമർ OH എപ്പോഴും ഐസോമറിസം കാണിക്കുക ആരുമായിട്ടായിരിക്കും? O ഗ്രൂപ്പുമായിട്ടായിരിക്കും. ഓക്കെ, OH ഗ്രൂപ്പ് എപ്പോഴും O ഗ്രൂപ്പായിട്ടായിരിക്കും ഐസോമറിസം കാണിക്കുക. OH ഇവിടെ തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി വരയ്ക്കേണ്ടത് O ഗ്രൂപ്പിൻ്റെ ആണ്. O ഗ്രൂപ്പിൻ്റെ ആൽക്കോക്സി ഗ്രൂപ്പിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഐസോമർ സ്ട്രക്ചറാണ് നിങ്ങൾ വരയ്ക്കുന്നതെങ്കിൽ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം Oനെ അവിടെ ഇട്ട് വെക്കുക. ഏതോനെ? ഓക്സിജൻ കേട്ടോ. ഈ O 2 സൈഡിലേക്കും വരയിട്ടിട്ട് അവിടെ ഇട്ട് വെക്കാം. ഇനി ടോട്ടൽ നമുക്ക് എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ അല്ലേ ഉള്ളത്? ആ 3 കാർബണിൽ 2 ഭാഗത്തേക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ? 1ഉം 2ഉം ആയിട്ടല്ലേ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. 3നെ 1.5 1.5 ആക്കാൻ പറ്റുമോ? ഇല്ല. ഒരു ഭാഗത്ത് 1 കാർബണും ഒരു ഭാഗത്ത് 2 കാർബണും കൊടുക്കാം. ഇനി അങ്ങ് H ഫില്ല് ചെയ്തോ. വേറെ ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, അങ്ങ് ശരിയായിക്കോളും. ഇത്രയും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ബാക്കി H ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ശരിയാവും. വേണേ എണ്ണി നോക്കിക്കോ. 3 6 8. പിന്നെ O1 H 3 എണ്ണം. സ്ട്രക്ചർ ഈസി അല്ലേ? അതായത് നമുക്ക് തന്നിരിക്കുന്ന OHന്റെ ഘടനയാണെങ്കിൽ അതിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് O ആക്കി മാറ്റുക. ഐസോമർ വരയ്ക്കാൻ പറയുമ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് O ആക്കി മാറ്റുക. എന്നാൽ നമുക്ക് എത്ര കാർബൺ ഉണ്ടെന്ന് വെച്ചാൽ അത് 2 ഭാഗത്തേക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക, H ഫില്ല് ചെയ്ത് കൊടുക്കുക. രണ്ടിൻ്റെയും മോളിക്കുലാർ ഫോർമുല C3H8O ആയിരിക്കും. ഇനി ഇതിൻ്റെ പേരും കൂടെ എഴുതണം, IUPAC നെയിമും കൂടെ എഴുതണം. നിങ്ങൾക്ക് IUPAC നെയിം എന്നാ പറയാം കേട്ടോ, ശാസ്ത്രീയ നാമത്തിന് ഇവിടെ പറയുന്നത്. അപ്പോൾ IUPAC നെയിം എന്ന് പറയുമ്പോൾ എന്തോ വലിയ സാധനം വിചാരിക്കേണ്ട, പേര് എഴുതാം, അത്രേ ഉള്ളൂ. അപ്പോൾ എന്താ ഇതിൻ്റെ പേര്? O ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ O ഗ്രൂപ്പിന് ചെറുത്, O ഗ്രൂപ്പിൻ്റെ 2 വശവും നോക്കുക. ചെറിയതിന് നമ്മൾ ഓക്സി പേരും വലുതിന് നമ്മൾ എയിൻ പേരും കൊടുക്കുക. ചെറുതിന് ഓക്സി പേരും വലുതിന് എയിൻ പേരും കൊടുക്കുക. അല്ല ആദ്യത്തേന് ഓക്സി രണ്ടാമത്തേന് എയിൻ പേരൊന്നുമല്ല കേട്ടോ. ആൽക്കോക്സി ആൽക്കെയിൻ ആണ് ജനറൽ ഫോർമുല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇതൊക്കെ, അതുകൊണ്ടാണ് ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ആൽക്കോക്സി ആൽക്കെയിൻ ആണ് ഈ പറഞ്ഞ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത്. അതിൽ ഓക്സി പേര് കൊടുക്കേണ്ട ചെറുതിനും എയിൻ പേര് കൊടുക്കേണ്ട വലുതിനും. ആൽക്കിന് പകരം കാർബണിൻ്റെ എണ്ണത്തിനനുസരിച്ച് പേരെടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പം എന്താ പേരൊന്ന് പറഞ്ഞ മക്കളെ? നിങ്ങളെ പേര് നോക്കുക. O ഗ്രൂപ്പിൻ്റെ ഒരു സൈഡിൽ 1 കാർബൺ ആണ്. 1 കാർബൺ വരുമ്പോൾ മെത്താണ് നമ്മുടെ പേര്. മെത്ത് ഓക്സി, മെത്തോക്സി.
ഓക്കെ, മെത്തോക്സി. 2 കാർബൺ വരുമ്പോൾ എത്താണ് നമ്മളെ പേര്, ഈഥേൻ. മെത്തോക്സി എഥേൻ അല്ലെങ്കിൽ മെത്തോക്സി ഈഥേൻ, ഇതാണ് ഇതിന്റെ പേര് വരുന്നത് കേട്ടോ. ഇത്രയും എഴുതി കഴിഞ്ഞു. 2 മാർക്കിന് വെച്ച് 4 മാർക്കിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല മക്കളെ? ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്തുണ്ട്. ഒരുപാട് ലെങ്ത് ഉള്ള വീഡിയോ ആക്കണ്ടെന്ന് ഞാൻ എൻ്റെ ഒരു തീരുമാനം അതാണ്. കാരണം കുറേ കുട്ടികളുടെ കമന്റ് ഞാൻ ഫിസിക്സ് ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ 10 മിനിറ്റ് 9 മിനിറ്റിലൊക്കെ ഉള്ള വീഡിയോസ് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഒരുപാട് ടൈം എടുക്കാണ്ട് പെട്ടെന്ന് 2ഉം 3ഉം ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ ചെയ്താൽ മതി ഇനി വീഡിയോ എന്നുള്ളത് കുട്ടികൾ പറഞ്ഞിട്ടുള്ള കമന്റ്സ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കെമിസ്ട്രിയും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. 5-10 മിനിറ്റ് കൊണ്ട് 2ഉം 3ഉം ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം പറയാൻ നോക്കുന്നുണ്ട്. കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതുകൊണ്ടാണ് ലാഗ് ആവുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ മാക്സിമം ലെങ്ത് കുറച്ചിട്ട് ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തുതരാം, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തുതരാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ പഠിത്തമല്ലേ, അപ്പോൾ ഒരുപാട് സമയം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആർക്കായാലും ബോറടിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് തന്നെ ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ലെങ്ത് കൂട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുള്ളതുകൊണ്ട് കുറച്ച് ബോറടിച്ചാലും വേണ്ടില്ല, സഹിച്ചങ്ങ് കണ്ടോളി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞുതരാം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. എല്ലാവർക്കും ബൈ. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോക്ക് വെയിറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. നോട്ടിഫിക്കേഷൻ ഉണ്ടാവുമോ ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല. ചെക്ക് ചെയ്തോളാം, ചാനൽ ചെക്ക് ചെയ്തോളാം കേട്ടോ. ഓക്കെ, ബൈ.